മലപ്പുറം ജില്ലയിലെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി പ്രവേശനം നേടിയത് 40,566 പേരാണ്. 82,498 അപേക്ഷകരിൽ 41,932 പേർക്ക് ആദ്യ ലിസ്റ്റിൽ ഇടമില്ല. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ആകെയുള്ളത് 57,283 സീറ്റുകളാണ്. 17,067 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. സീറ്റുകളിൽ തുടർ അലോട്ട്മെന്റുകളിലായി പിന്നീട് പ്രവേശനം നടത്തും. SC വിഭാഗത്തിന് സംവരണം ചെയ്ത 8,140 സീറ്റിൽ 4,621 പേർ പ്രവേശനം നേടി. 3,519 സീറ്റുകൾ ഒഴിവുണ്ട്. ST വിഭാഗത്തിൽ സംവരണം ചെയ്ത 5,364 സീറ്റുകളിൽ 215 പേരെ പ്രവേശനം നേടിയുള്ളൂ. 5,149 സീറ്റുകൾ ഒഴിവുണ്ട്. സ്പോർട്സ് കോട്ടയിൽ ആകെ അനുവദിച്ചിട്ടുള്ള 1,410 സീറ്റുകളിൽ പ്രവേശനം നേടിയത് 1,283 പേരാണ്. 127 സീറ്റുകൾ ഒഴിവുണ്ട്. സ്പോർട്സ് കോട്ടയിൽ 1,750 അപേക്ഷകരിൽ 1,283 പേർ പ്രവേശനം നേടി. 127 സീറ്റുകൾ ബാക്കിയുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജൂൺ 10 രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 16 മൂന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം 18 ക്ലാസുകൾ ആരംഭിക്കും. തുടർന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെ പ്രവേശനം തേടാം. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വ്യാഴാഴ്ച പൂർത്തിയായ ശേഷം ജൂൺ 10 രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 16 മൂന്നാം അലോട്ട്മെന്റും. ആദ്യ 3 അലോട്ട്മെന്റുകളിലും ഉൾപ്പെടാത്തവർ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കണം. ജൂൺ 28 മുതൽ ജൂലൈ 23 വരെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും മറ്റ് അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കുമാണ് സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം. Don't worry മോനെ, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.